ഞാനുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സീരിയൽ നടിയൊക്കെ ആയിട്ടുള്ള അനുമോളുടെ ഒപ്പമാണ്. അനുമോൾ വർഷങ്ങളായി പൊങ്കാലയിടുന്ന ഒരു വ്യക്തിയാണ്. ഒരു പൊങ്കാല പോലും മുടക്കാത്ത വ്യക്തിയാണ് അനുമോൾ. അനുമോൾ ഇപ്രാവശ്യവും വന്ന് പൊങ്കാലയിട്ട് അനുഗ്രഹമൊക്കെ വാങ്ങി മടങ്ങുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ പൊങ്കാല? എന്തായിരുന്നു ഒരു അനുഭവം? വൺ സെക്കൻഡ്. അനുമോൾ നിന്ന സ്ഥലം വലിയ ചൂടുള്ള, അതായത് ഈ ടാർ ഇട്ട റോഡിന്റെ സൈഡിലാണ് അനുമോൾ നിന്നത്. അതുകൊണ്ട് തന്നെ വലിയ ചൂടാണ്. അങ്ങോട്ട് മാറി നിന്നതാണ്. ഓക്കെ ആയോ? ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ ഒരു അനുഭവം? എങ്ങനെയാണ്? നല്ലതാ. എല്ലാ വർഷത്തെ പോലെയും ഇപ്രാവശ്യം നന്നായിട്ട് ഇടാൻ പറ്റി. പിന്നെ ഇപ്പം എന്താ പറയുക, കുറച്ചും കൂടെ എനിക്ക് സ്പെഷ്യലാണ് ഈ ഒരു പൊങ്കാല എന്ന് പറയുമ്പോൾ. പ്രത്യേകിച്ച് വലിയ വിജയങ്ങളൊക്കെ ഉണ്ടായ ഒരു വർഷം കൂടിയാണ്. അതെ 2025 ഇപ്പം 2026 അപ്പം ഈ ഒരു വർഷവും നമ്മുടെ ആഗ്രഹത്തിന് പുറത്താണ് പൊങ്കാല ഇടുന്നത്. മനസ്സിലെ എല്ലാവരും, ഞാൻ മാത്രമല്ല, ഇവിടെ പൊങ്കാലിട്ട് എല്ലാവരും ഓരോ ആഗ്രഹങ്ങളും മനസ്സിൽ കണ്ടിട്ടാണ് പൊങ്കാല ഇടുന്നത്. അപ്പം ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ. എൻ്റെ ആഗ്രഹം നടത്തി തരും ഉറപ്പായിട്ട്. കഴിഞ്ഞ തവണ ഇത്തരത്തിൽ പൊങ്കാല ഇട്ടപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ എന്തെങ്കിലും, വലിയ ആഗ്രഹങ്ങൾ എന്തെങ്കിലും മനസ്സിലുണ്ടായിരുന്നോ? ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് ശരിക്കും വീണ്ടും ഈ കാണുന്നവരെല്ലാവരും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും പൊങ്കാലിടാൻ വേണ്ടി വരുന്നത് തന്നെ. ലോകത്ത് എവിടെയായാലും ഈ പൊങ്കാല സമയത്ത് അനുമോള് ഇവിടെ അനന്തപുരിയിൽ തന്നെ ഉണ്ടാകുമെന്ന് സ്വന്തം. ഞാൻ ട്രിവാൻഡ്രത്താണല്ലോ, ട്രിവാൻഡ്രംകാരിയാണല്ലോ. അപ്പോൾ അതിൽ എനിക്ക് ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് ട്രിവാൻഡ്രംകാരി ആയതിൽ. എന്തായാലും എന്താ പറയണ്ടേ, പല ട്രിവാൻഡ്രം മാത്രം എനിക്ക് തോന്നുന്നു, ട്രിവാൻഡ്രം ടു കാസർഗോഡുള്ള ജില്ലയിലുള്ള എല്ലാ ആൾക്കാരും വന്നിടുന്നുണ്ട്. എല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ബാംഗ്ലൂരിൽ നിന്നും എബ്രോഡിൽ നിന്നും ഒക്കെ. അപ്പോൾ നമുക്കത് ഭയങ്കര അഭിമാനമുള്ള കാര്യമാണ്, ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. പൊങ്കാല ഇടാൻ വേണ്ടി കൊതിക്കുന്ന ഒത്തിരി പേരുണ്ട് ആറ്റൂർ പൊങ്കാല. അപ്പോൾ എല്ലാവരും വന്ന് പൊങ്കാല ഇടട്ടെ. എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ. അമ്മയുടെ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാവും. നന്നായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അമ്മ ഏത് ആഗ്രഹവും സാധിച്ചു തരും. മനസ്സ് നിറഞ്ഞ് തിരിച്ചു പോകുന്നു. അതുപോലെ തന്നെ അടുത്ത പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്. അതെ, 2027 പൊങ്കാലയിടാൻ ഭാഗ്യം ഉണ്ടാവട്ടെ. എല്ലാ പ്രാവശ്യവും അമ്മ ഭാഗ്യം ഒരുക്കി തരാറുണ്ട്. ഈ പ്രാവശ്യം അങ്ങനെ ഒരു ഭാഗ്യം ഒരുക്കി തന്നു.